IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈനൽ ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്തിലെ ഏറ്റവും മികച്ച T20 കളിക്കാരുടെ 2 മാസത്തിലേറെ നീണ്ട പോരാട്ടങ്ങൾക്ക് ഇന്ന് അവസാനം കുറിക്കുകയാണ്. ഫാൻ ഫൈറ്റുകളും വെല്ലുവിളികളും വാതുവെപ്പുകളും ഒക്കെയായി ഇന്ത്യയിലെ കായിക പ്രേമികൾ ഒരു മാമാങ്കം പോലെ കൊണ്ടാടിയ IPLന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. കിരീടം ഉയർത്തുന്നത് കിങ് കോഹ്ലി ആയിരിക്കുമോ അതോ അയ്യർ ദി ഗ്രേറ്റ് ആയിരിക്കുമോ എന്നാണ് ആ ചോദ്യം. ഏറെ ശ്രമിച്ചിട്ടും തന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ നീണ്ട 18 വർഷങ്ങൾ ഒരേ ഒരു ടീമിനായി അർപ്പിച്ചിട്ടും നേടാൻ കഴിയാത്ത ആ കിരീടം കോഹ്ലിക്ക് ലഭിക്കുമോ? 36 വയസ്സുള്ള കോഹ്ലി ഇത് 18ാം തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി മുടങ്ങാതെ കളത്തിലിറങ്ങുന്നത്. ഏറെ വിഖ്യാതമായ കോഹ്ലിയുടെ ജേഴ്സി നമ്പറും 18 തന്നെയാണ്. 2008 ആഗസ്റ്റ് 18-നാണ് ആദ്യമായി കോഹ്ലി ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത്. 2006 ഡിസംബർ 18-ന് ഈ ലോകത്തോട് വിട പറഞ്ഞ തന്റെ പിതാവിനോടുള്ള സ്മരണ കൂടിയാണ് കോഹ്ലിക്ക് നമ്പർ 18 എന്നുള്ളത്. RCBയിലും കോഹ്ലിക്ക് 18ാം നമ്പർ ജേഴ്സി തന്നെയാണ് ഉള്ളത്. അപ്പുറം നിൽക്കുന്ന ശ്രേയസ് അയ്യർക്കും ഇത് വളരെ വൈകാരികമായ ഒരു IPL ഫൈനലാണ്. കിരീടം നേടി കൊടുത്തിട്ടും തന്നെ തഴഞ്ഞ കൊൽക്കത്ത ടീമിനോടുള്ള മധുരമായ ഒരു പ്രതികാരം കൂടിയാണ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം. പല മത്സരങ്ങളും ജയിക്കുമ്പോഴും അയ്യർ മിസ്റ്റർ കൂളായി തന്നെയാണ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഗംഭീര പ്രകടനമായി മുംബൈയെ ടൂർണമെന്റിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോഴും അയ്യർ ശാന്തത കൈവിട്ടില്ല. എന്നാൽ ലീഗ് മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ചപ്പോൾ അയ്യർ പൊട്ടിത്തെറിച്ചിരുന്നു. ആ വിജയാഹ്ലാദം കാണിച്ചു തന്നത് അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ തീപ്പൊരിയാണ്. ഇന്ന് 18 വർഷമായി ഒരു കപ്പിനായി കാത്തിരിക്കുന്ന പഞ്ചാബിനെ അയ്യർ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. എന്നാൽ ശ്രേയസ് അയ്യരെ ഇഷ്ടപ്പെടുന്നവരും പഞ്ചാബ് ടീമിന്റെ ഫാൻസുമായ പലരും ആഗ്രഹിക്കുന്നത് ഈ കപ്പ് കോഹ്ലിയുടെ ബാംഗ്ലൂർ നേടണമെന്നാണ്. കോഹ്ലി എന്ന താരം അത്ര കണ്ട് ബാംഗ്ലൂരിനൊപ്പം നിന്നിട്ടുണ്ട്. ഫൈനലുകളിൽ പലപ്പോഴും അവർ വീണുപോയിട്ടുണ്ട്. പല സീസണുകളിലും വളരെ മോശം പ്രകടനം നടത്തിയിട്ടുമുണ്ട്. പക്ഷേ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ നൽകുന്ന വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് പ്രതിഭാസത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ IPL ട്രോഫി തന്നെ ആയിരിക്കും. 14 കളികളിൽ നിന്ന് 9 വിജയങ്ങളും 4 തോൽവികളും നേടിയ RCB പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ 1ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തകർത്താണ് RCB ഫൈനലിലേക്ക് കടന്നത്. ഇപ്പോൾ ഫൈനലിൽ RCBക്ക് മുന്നിൽ വീണ്ടും പോരാട്ടത്തിനായി എത്തുന്നത് അതേ പഞ്ചാബ് തന്നെയാണ്. പക്ഷേ പഴയ പഞ്ചാബ് അല്ല. ക്വാളിഫയറിൽ മുംബൈയെ കെട്ടുകെട്ടിച്ച് വീര്യം കൂടിയ ഒരു പഞ്ചാബാണ് ഇപ്പോൾ ഉള്ളത്. വിരാട് കോഹ്ലിക്കായി IPL കിരീടം സ്വന്തമാക്കണമെന്ന് റോയൽ ചാലഞ്ചേഴ്സ് ടീം ക്യാപ്റ്റൻ രജിത് പട്ടിദാറും പറയുന്നു. RCB നായകൻ എന്ന നിലയിലുള്ള ഈ യാത്ര വലിയ അനുഭവമായിരുന്നു. RCB എവിടെ കളിച്ചാലും അത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടാണെന്ന് തോന്നും. അത്രമേൽ വലിയ ആരാധക പിന്തുണയാണ് RCBക്ക് ലഭിക്കുന്നത്. അതിൽ വിരാട് കോഹ്ലിയുടെ പങ്ക് വളരെ വലുതാണെന്നും പട്ടിദാർ പറയുന്നു. കിരീടം തേടിയുള്ള അവസാന യാത്രയിൽ RCBക്ക് വെല്ലുവിളിയാകുന്നത് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയായിരിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു അപകടകാരിയായ ബാറ്റർ കൂടിയുണ്ട്. IPLലെ ബൗളർമാരുടെ രാജാവാണെന്ന് പറയുന്ന ബുംറയെ കഴിഞ്ഞ ദിവസം തല്ലിപ്പരത്തിയ ജോഷ് ഇംഗ്ലീഷ് എന്ന ഓപ്പണർ. അയാൾ ഫോമായാൽ RCB കുറച്ച് കഷ്ടപ്പെടും. അയാളുടെ ആ കടന്നാക്രമണത്തിലാണ് മുംബൈയുടെ മനോധൈര്യം അപ്പാടെ തകർന്നു പോയത്. എന്തായാലും ഇന്നറിയാം ഈ സാല കപ്പ് നാംദേ എന്ന RCB ആരാധകരുടെ പ്രതീക്ഷകൾ നിറഞ്ഞ വാക്കുകൾ ഇത്തവണയെങ്കിലും സത്യമാകുമോ എന്നത്. പഞ്ചാബോ ബാംഗ്ലൂരോ ആര് ജയിച്ചാലും IPL കപ്പിന് ഇത്തവണ പുതിയ അവകാശികളാണ് വരുന്നത്. മഴ വില്ലനായില്ലെങ്കിൽ തീവാറുന്ന ഒരു പോരാട്ടം തന്നെ ഇന്ന് രാത്രി കാണാം.